മുഖ്യമന്ത്രിയുടെ സൗകര്യത്തിനൊത്ത് വിമാനം വഹിക്കാനാവില്ലെന്ന് കേന്ദ്ര പാർലമെന്ററി കമ്മിറ്റി. ഏത് മൂർത്തി? കൃഷ്ണമൂർത്തി. ഓ ഉവ്വല്ലോ, ഉണ്ടല്ലോ. മൂർത്തി സാറിന്റെ ആരാ? അസിസ്റ്റന്റാ. അല്ല, ഈ അസിസ്റ്റന്റ് എന്ന് പറയുമ്പോ നല്ല അടുപ്പം കാണുമല്ലോ സാറുമായിട്ട്. എന്താ? ഒന്നുമില്ല. 2 ദിവസം മുമ്പ് പുള്ളിക്കാരൻ ഇത്തിരി ഫിറ്റായിട്ട് വന്നപ്പോ നമ്മളാണോ ഇവിടെ കൊണ്ടുവന്നാക്കിയത്? അതെ. അയ്യോ, ഞാൻ കുടിക്കില്ല. പക്ഷെ അന്ന് ഞാനും ഉണ്ടായിരുന്നു കൂടെ. ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണല്ലോ അല്ലേ? അതെ, എനിക്കറിയാം സാറിന്. അന്ന് പത്ര ഓഫീസില് ചരമവാർത്ത മാറിക്കൊടുത്തിട്ട് അന്ന് ഞാനും ഉണ്ടായിരുന്നു അവിടെ. അവിടെ ഉണ്ടായിരുന്നു അല്ലേ? നീയൊക്കെ മനപ്പുറം കൽപ്പിച്ചു കൂട്ടി നടക്കാണല്ലേ? എന്താ എന്താ ഉണ്ടായേ? പെണ്ണം പൊടിയെടുത്ത്. എന്താ സാറേ പ്രശ്നം? ഞാൻ ചത്തുവെന്നും പറഞ്ഞ് ന്യൂസ് കൊടുത്ത് ഒരിക്കൽ എന്റെ മാനം കെടുത്തി. അതും പോരാഞ്ഞിട്ട് പാതിരാത്രിക്ക് കള്ളു കുടിച്ച് ബോധമില്ലാത്ത ഒരു തെണ്ടിയെ വീട്ടിൽ കൊണ്ടിറക്കി എന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് എന്നെ തല്ലിക്ക്. അല്ല, ഞാൻ അങ്ങനെയൊന്നും കൂടുതൽ വിസ്തരിക്കാനൊന്നും കാര്യം പറയട്ടെ. മൂർത്തി സാർ ഇവിടെ അല്ല താമസം. അന്ന് കൊണ്ട് വിട്ടിട്ട് പോയതേ വല്ലവരും താമസിക്കണ വീട്ടിലാ. അപ്പൊ മൂർത്തി സാർ എവിടെയാ താമസം? ഇവിടുന്ന് 2 ലൈൻ അപ്പുറത്താ. അയ്യോ, അന്നപ്പ ചെയ്തത് മഹാമോശമായി പോയല്ലോ. സോറി കേട്ടോ. സോറി നിന്നെ ഞാൻ. ഇവന്മാരെയൊക്കെ വീട് മാറിയ കാര്യം ഞാനേ മറന്നു. പിന്നെ വേണ്ടേ നിങ്ങളോട് പറയാൻ? കാര്യം മനസ്സിലാവാണ്ടേ ഓർക്കാപ്പുറത്തുള്ളൊരു അടിയായതുകൊണ്ട് കയ്യും കെട്ടി നിന്നു കൊടുക്കേണ്ടി വന്നു. അനന്തു, ഇതെന്റെ മോള് മീനു. ഇത് അനന്തു. ഹലോ. ഹലോ. എന്റെ ശിഷ്യനാണ്. അനന്തുവും തരകനും കൂടെ ചേർന്നാണ് അന്ന് എന്നെ ആ പഴയ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയത്. ഞാനൊന്ന് കാണാനിരിക്കായിരുന്നു. എന്നെ? മനുഷ്യത്വം ഉണ്ടോ മിസ്റ്റർ നിങ്ങൾക്ക്? ശിഷ്യന്മാരും കൂട്ടുകാരെന്നും പറഞ്ഞ കുറെ പേരുണ്ട്, കണ്ണിച്ചോര ഇല്ലാത്തവര്. അച്ഛന്റെ ചെലവി കള്ളും കുടിച്ച് ബോധം കെടുമ്പോ വല്ലയിടത്തും കൊണ്ടേ തള്ളിയിട്ട് നാട്ടുകാർ മോളെ, അനന്തു നീ കരുതുന്ന കൂട്ടത്തിലല്ല. ഇയാൾ മദ്യപിക്കൂല. പച്ചക്കറി, ശുദ്ധപാട്ട്, നമ്മ ആള്. ആമാ. അനന്തു, മീനുവിന് ഡാൻസിൽ കുറച്ച് ഭ്രമമുണ്ട്. കോളേജിൽ നിന്ന് ഇടയ്ക്ക് അല്ലറ ചില്ലറ സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരും. പഠിച്ചിട്ടുണ്ടോ? കുറച്ച് പഠിക്കണമെന്നുണ്ട്. പറ്റിയ ടീച്ചർമാരെ കിട്ടണ്ടേ? എന്റെ അമ്മ അസലായിട്ട് പഠിപ്പിക്കും. വീട്ടിൽ ക്ലാസ് നടത്തുന്നുണ്ട്. അങ്ങോട്ട് വിട്ടാ മതി. കണ്ടോ കണ്ടോ മുഖത്തെ പ്രകാശം.